A movie from the Garu universe, starring the anti-gravitational Garu. Gravity never happened. പാലയ്യ ഇത്തവണ ഗാരി വന്നത് വ്യവസായികളെ രക്ഷിക്കാനാണ്. റൂളർ. അപ്പൊ പടം തുടങ്ങുമ്പോ തന്നെ ഗാരു അടികൊണ്ട വശനായി റോഡ് സൈഡിൽ കിടക്കുകയാവും. അപ്പോഴാണ് അതുവഴി ഒരു റിച്ച് ആൻറ്റി വരുന്നത്. ആ കാർ കണ്ടതും ഗാരു എങ്ങനെയൊക്കെ എഴുന്നേറ്റ് ആ കാറിന്റെ മുന്നിൽ ചെന്ന് വീഴും. അത് കണ്ടതും ആന്റി കാറിൽ നിന്ന് ഇറങ്ങി ഗാരുവിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കും. അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ ഗാരുവിന് ഇതിന് മുന്നേ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. തൊട്ടടുത്ത ദിവസം തന്നെ ആന്റിയും ഒരു അസുഖം വന്ന് ശ്വാസം കിട്ടാണ്ടായി ആ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആവും. അതും ഗാരുവിന്റെ തൊട്ടടുത്ത്. ഈ സമയത്താവും ആന്റിയുടെ ഓക്സിജൻ ശത്രുക്കൾ വന്ന് കട്ടാക്കുന്നത്. ആ കാഴ്ച കണ്ടതും ഗാരു എഴുന്നേറ്റ് വന്ന് തന്റെ ഓക്സിജൻ മാസ്ക് ഊരി ആന്റിക്ക് കുത്തിക്കൊടുക്കും. ഓൺ ദ സ്പോട്ട് ഗാരുവിന്റെ ബോധം പോകും. ഓക്സിജനോടാ കളി, പിന്നല്ല. സ്വന്തം ജീവൻ മറന്ന് ആന്റിയെ രക്ഷിക്കുകയാണ് ഗാരു. അതിൽ ഇംപ്രസ് ആയ ആന്റി ഗാരുവിനെ ദത്തെടുക്കാൻ തീരുമാനിക്കും. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, ആന്റിക്ക് ഒന്ന് കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടായി കൂടെ നടത്താനൊക്കെ ആവും ബാലയങ്കളിനെ ദത്തെടുക്കുക എന്നല്ലേ? ബട്ട് അല്ല ഗൈസ്, സ്വന്തം മകനായിട്ടാണ് ഈ ആന്റി ആ കിളവനെ ദത്തെടുത്തത്. അയ്യോ കുണ്ടുവാവ. അങ്ങനെ ആന്റി ഗാരുവിനെ ഒരു ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി അയൺമാനായി മേക്ക് ഓവർ ചെയ്യുകയാണ്. ഇത് മാത്രമല്ല, ആന്റിയുടെ സകല സ്വത്തുക്കളും ഗാരുവിന്റെ പേരിലാക്കി വെക്കും. ഇതിലേത് റൊമാൻറ്റിക് മ്യൂസിക് ഇട്ടാലും പക്ക സിംഗ. 65 വയസ്സുള്ള തള്ളയ്ക്ക് 63 വയസ്സുള്ള മോൻ. ഗാരു ദി ബിസിനസ് ടൈക്കൂൺ. ഫോണിൽ സംസാരിക്കുമ്പോൾ കൈയായിട്ട് ആക്ഷൻ കാണിച്ചാൽ ബിസിനസ്സിൽ വൻ വളർച്ച നേടാൻ പറ്റും. ബിസിനസിന് പിന്നാലെ ഓടി നടക്കുകയാണെങ്കിലും കമ്പനിയിലെ ജീവനക്കാരുടെ കാര്യത്തിലൊക്കെ ഗാരുവിന് വൻ ശ്രദ്ധയാണ്. ഇപ്പൊ തന്നെ കമ്പനിയിലെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരു ബിൽഡിങ്ങിനെ മുകളിൽ ചെന്ന് വിചാരിക്കുക. അപ്പൊ തന്നെ ഗാരു അവിടേക്ക് ഒരു ഹെലികോപ്റ്ററായി വന്ന് അവളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ നോക്കും. ആത്മഹത്യ ഒന്നും ചെയ്യരുത്, അതൊക്കെ വലിയ തെറ്റാണെന്ന്. എന്നിട്ടും അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ അവളെ തൂക്കിയെടുത്ത് ടെറസിന്റെ മണ്ടയിലേക്ക് എറിയും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദി ഹീറോയിൻ ഇൻട്രോ. അവളും ഒരു ബിസിനസ് ടൈക്കൂണാണ്. പക്ഷേ ഗാരുവിന് താഴെ മാത്രമാണ് അവളുടെ റാങ്കിങ്. അതുകൊണ്ട് തന്നെ ഗാരുവിനെ എങ്ങനെങ്കിലും തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് അവളൊരു നമ്പർ ഇറക്കും. യെസ് ഗൈസ്, ഗാരുവിനെ എങ്ങനെങ്കിലും വശീകരിക്കണം. എന്നിട്ട് ഗാരുവിന്റെ ബിസിനസ് തന്ത്രങ്ങളെല്ലാം ചോർത്തിയെടുക്കണം. ബട്ട് സംഭവിച്ചത് ഗാരുവിന്റെ ഹിപ്നോട്ടിക് മൂവ്സ് ഇറക്കും അവളുടെ മുന്നിൽ. അതായത് ഹിപ്പിലാണ് പ്രധാന മൂവ്മെന്റ്സ്. ആ സ്റ്റെപ്സ് കണ്ട് അവൾ ഗാരുവിൽ ഇംപ്രസ് ആവും. എന്നിട്ട് അവൾ പറയും, ഞാൻ താങ്കളുടെ ബിസിനസ് തന്ത്രങ്ങളൊക്കെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷെ നിങ്ങളുടെ ഡാൻസ് കണ്ടപ്പോൾ ഞാൻ ഇംപ്രസ് ആയി പോയി. അപ്പൊ ഗാരു പറയും, എങ്കിൽ നമുക്ക് ഒരുമിച്ച് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് നടത്തിക്കൂടെ? പെട്ടെന്നൊരു ദിവസമാവും ഗാരു എയർപോർട്ടിൽ വെച്ച് ഒരു പെണ്ണിനെ കാണുന്നത്. അവളെ കണ്ടപ്പോൾ തന്നെ അയ്യോ, ഞാൻ മുമ്പ് എപ്പോഴും ഇവളുടെ ഒപ്പം ഡാൻസ് കളിച്ചിട്ടുണ്ടല്ലോ എന്നൊരു ഓർമ്മ ഗാരുവിന് വരും. എന്നിട്ട് അവളുടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങും ഗാരു. കുട്ടി, ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാ, കുട്ടിയുടെ കുറച്ച് ഫോട്ടോ എടുത്തോട്ടെ. അതോടെ അവൾ ഒടുക്കത്തെ പോസിങ്ങും. ഈ സമയത്താവും ഒരു കർഷക ഗ്രാമത്തിൽ സോളാർ പവർ പ്ലാന്റ് ഉണ്ടാക്കാനുള്ള പുതിയ പ്രൊജക്റ്റുമായി ഗാരുവിന്റെ മമ്മി അവിടെ വരുന്നത്. അപ്പൊ തന്നെ അവിടെ കുറച്ച് ഗുണ്ടകൾ വന്ന് അത് മുടക്കും. കാരണം ഈ ഗ്രാമം ഈ മന്ത്രിയുടെ കയ്യിലാണ്. സോളാർ പവർ പ്രോജക്റ്റ് ആരംഭിക്കണമെങ്കിൽ 30% എങ്ക ഭവാനിയായി അവർക്ക് നിങ്ങൾ കൊടുത്താകണം. അവർ വന്ന് ഗാരുവിന്റെ മമ്മീനോട് പറയും, നിങ്ങൾക്ക് ഇവിടെ സോളാർ പവർ പ്ലാന്റ് നടത്തണമെങ്കിൽ ഞങ്ങളുടെ മന്ത്രിക്ക് കൈക്കൂലി കൊടുക്കണമെന്ന്. ദുർഗപ്രസാദ് ഉടനെ പോലീസ്ക്ക് ഫോൺ പണേ. അത് പറ്റില്ല എന്ന് സ്റ്റെപ്പ് മോം പറഞ്ഞതും സ്റ്റെപ്പ് മോമിനെ അടിച്ചു തൂക്കി വിടും അവിടുന്ന്. ഈ ന്യൂസ് അറിഞ്ഞതും നമ്മുടെ ഗാരുവിന് ദേഷ്യം വരികയാണ്.
എന്നിട്ട് ഗാരുവും മമ്മിയും ഞങ്ങൾ ആ സോളാർ പവർ പ്ലാന്റ് ആ ഗ്രാമത്തിൽ തന്നെ തുടങ്ങുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലും. ഇതറിഞ്ഞതും വില്ലന്റെ ഗുണ്ടകൾ ആരാടാ ഞങ്ങളുടെ അണ്ണൻ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ സ്പോട്ടിൽ ചെന്ന് ഗാരുവിന്റെ മമ്മീനെ ഉപദ്രവിക്കാൻ തുടങ്ങും. ഈ സമയം നമ്മുടെ ഗാരു ഒരു കുറ്റിക്കാട്ടിൽ മൂത്രം ഒഴിക്കാൻ പോയിരിക്കുകയാവും. You unzip and you touch yourself. അവിടെ നടക്കുന്ന അലമ്പിന്റെ ശബ്ദം കേട്ടതും ഗാരു കുറ്റിക്കാട്ടിൽ നിന്നൊരു എൻഡവർ കാറെടുത്ത് സ്പോട്ടിൽ ചെന്ന് അടിച്ച് പറത്തു എല്ലാത്തിനെയും. എന്നിട്ട് ആ കാറിന്റെ ഡോറ് പറിച്ചെടുത്ത് ഷീൽഡാക്കി മരണ അടിയാവും അവിടെ. ഈ സമയം കുറച്ച് പൊടിയൊക്കെ മുഖത്ത് വീണ് ഗാരുവിന്റെ മുഖം ആർക്കും കാണാൻ പറ്റൂലേ. അങ്ങനെ എല്ലാരും ഇടിച്ചു വീഴ്ത്തി അവസാനം മെയിൻ ഗുണ്ടയെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. ആ സമയം കുറച്ച് വെള്ളം വീണ് ഗാരുവിന്റെ മുഖം വില്ലന് ക്ലിയർ ആയി കാണാം. ആ വിശ്വരൂപം കണ്ടതും ഫ്ലാഷ് ബാക്ക് അടിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോവുകയാണ് വില്ലൻ. അയ്യന്റെ മോനെ. അതേ ഗൈസ്, നമ്മൾ ഊഹിച്ച പോലെ തന്നെ ഗാരു പണ്ട നാട് വിറപ്പിച്ചിരുന്ന ഒരു അപരാധമാണ് ധർമ്മ. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഗാരു പണ്ട നാട് കാത്തു രക്ഷിച്ചിരുന്ന ഒരു പോലീസുകാരനായിരുന്നു. തമിഴ് വ്യവസായികൾക്ക് എങ്ങനെയാണോ വിജയ്, അതുപോലെയാണ് തെലുങ്ക് വ്യവസായികൾക്ക് ഗാരു. കർഷകരും സാധാരണക്കാരുമുള്ള ഗ്രാമത്തിൽ ഈ മന്ത്രിയും ഗുണ്ടകളുമായിരുന്നു പേടി സ്വപ്നം. ഇവരുടെ പ്രധാന പരിപാടി എന്താണെന്ന് വെച്ചാൽ കർഷകരെ പോയി ചൊറിയുക. അപ്പൊ തന്നെ കർഷകർ ചെന്ന് ഗാരുവിനെ വിളിച്ച് വിവരം അറിയിക്കും. ഗാരു വന്ന് ഇവന്മാരെ കടിച്ചോടിക്കും. ആ ചോര വന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ നോർമൽ സ്പീഡിൽ ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല, കുറച്ചുകൂടി സ്ലോ മോഷനിൽ ആലോചിക്കണം. കണ്ടോ, സ്മൂത്ത് ആണ് കാര്യങ്ങൾ. ചോട്ടാ ഭീമിന് ലഡ്ഡു ആണ് പവർ കൊടുക്കുന്നത്. നമ്മുടെ ബാലയ ഗാരുവിന് പവർ കൊടുക്കുന്നതോ പാൻ മസാല. ഇയാളെ പോലുള്ളമാരി പാൻ മസാലയൊക്കെ മാസാക്കിയിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ട്രെയിനിന്റെ ഉൾവശം ഇത്ര വൃത്തികേടായത്. നാട്ടിൽ വില്ലന്മാരുടെ അക്രമം ഒരു സൈക്കിൾ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യവസായികളെ പോയി ചൊറിയുക, വ്യവസായികൾ പോയി ഗാരുവിനെ വിളിക്കുക, ഗാരു വന്ന് അടിച്ചു കൂട്ടുക, റിപ്പീറ്റ്. ഈ സമയത്താവും ഗ്രാമത്തിലൊരു പെൺകുട്ടിയെ വില്ലന്മാർ ട്രെയിനിൽ വെച്ച് ആക്രമിക്കാൻ നിൽക്കുന്നത്. ഇതറിഞ്ഞതും ഗാരു നേരെ ഓടിച്ചെന്ന് ട്രെയിനിൽ കയറും അവളെ രക്ഷിക്കാൻ വേണ്ടി. എന്നിട്ട് അവിടെ വൻ സംഘർഷമാവും. ഈ സംഘർഷത്തിന്റെ ഇടയ്ക്കാണ് ഗാരുവിന് കുത്തേൽക്കുന്നതും തുടർന്ന് വില്ലന്മാർ ഗാരുവിനെ ട്രെയിനിൽ നിന്ന് തൂക്കിയെറിയുന്നതും. ആ വീഴ്ചയിലാണ് ഗാരുവിന്റെ ഓർമ്മശക്തിയെല്ലാം നശിക്കുന്നതും ഈ കുഞ്ഞുവാവയെ ആന്റിക്ക് ദത്തെടുക്കാൻ കിട്ടുന്നതും. ഈ സത്യമെല്ലാം അറിഞ്ഞതും എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞ ഗാരു കാറെടുത്ത് ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും. എന്നിട്ട് വില്ലനെ അടിച്ച് ചപ്പാത്തിയാക്കി തീയിൽ ചുട്ടെടുക്കും. ഗ്രാമത്തിലുള്ളവരെല്ലാം ഹാപ്പിയാവും. അവസാനം നമ്മുടെ ആന്റി ഗാരുവിനെ ഗ്രാമത്തിന് വിട്ടുകൊടുത്ത് അവിടുന്ന് യാത്രയാവും. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോ, അർജുനൻ, ബലറാം വേഴ്സസ് താരത, ലൈ ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്രക്കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.